സോ ആ ഒരു അവാർഡാണ് ഏറ്റവും വലിയ പ്രഖ്യാപനം. ആ അവാർഡ് പ്രഖ്യാപനം നടത്തുന്നത് ഞാനൊന്നുമല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ അവാർഡിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് മുൻപ് ഇന്നത്തെ ഈ ഗ്രാൻഡ് ഫിനാലെയുടെ ഏറ്റവും വലിയ ഒരു ആകർഷണം എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ ചുറ്റും നിറഞ്ഞിരിക്കുന്ന ഈ യങ്സ്റ്റേഴ്സിന്, യൂത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഇന്ന് ഈ റാമ്പിനെ കീഴടക്കാനായി, ഇന്ന് ലുലു ഫാഷൻ വീക്കിന്റെ അവസാന ദിവസം ഏറ്റവും ഈ ചടങ്ങിനെ ഏറ്റവും വർണ്ണാഭമാക്കാനായി ഇന്ന് ഇവിടെ എത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ ഒരു 4-5 വർഷമായി മലയാള ചലച്ചിത്ര മേഖലയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ഒരു തരംഗമായി, ഒരു വേവ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. കൊടുങ്ങല്ലൂർക്കാരനാണ്. വളരെ പെട്ടെന്ന് യുവാക്കൾക്കിടയിൽ ഒരു തരംഗമായി മാറിയ മലയാള സിനിമയുടെ യങ് സെൻസേഷനാണ് അദ്ദേഹമാണ്. ഇന്ന് ലുലു ഫാഷൻ വീക്കിന്റെ ഗ്രാൻഡ് ഫിനാലെയിൽ ഇന്ന് ഈ വേദി, ഈ റാമ്പ് കീഴടക്കാൻ പോകുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടി പോകുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തെക്കുറിച്ച്, ഞാൻ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വീഡിയോയിലേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഇപ്പം നിങ്ങൾക്കൊക്കെ അവന മതി. വീഡിയോ പ്ലീസ്. സോ വെൽക്കം. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ആരും, നിങ്ങൾക്കൊക്കെ അവന്റെ ഭാഷ പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ മതി, നിങ്ങൾക്കൊക്കെ അവനെ മതി. വെൽക്കം ദ യങ് സൂപ്പർസ്റ്റാർ ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. അടിപൊളി, തകർത്തുണ്ട്, ഗംഭീരം, നല്ല അറ്റർ, അടിപൊളി. കൊടുങ്ങല്ലൂർക്കാരനാണ് നെസ്ലിൻ. മലയാള സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഓഫ് കോഴ്സ് ലുലു മാളിൽ എത്രയോ തവണ വന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഒരു സാധാരണക്കാരനായി ദിങ്ങനെ ലുലു മാളിൽ നിന്ന നെസ്ലിനെ ഒന്ന് റീകളക്ട് ചെയ്തേ. ആ സമയത്ത് നെസ്ലിൻ ഞായറാഴ്ചകളിൽ വെറുതെ പാടം പോയിട്ട് വരടാ ലുലു മാളില്. എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു. നല്ല ബ്ലോക്കാ പുറത്ത്. ഇപ്പോഴൊന്നും ഇറങ്ങണ്ട കേട്ടോ പുറത്തേക്ക്. അതെ, ആരും അറിയില്ലേ, നാളെ രാവിലെ ആവും ഈ ബ്ലോക്ക് മാറാൻ. അത് ഞാനും ഒത്തിരി പ്രോഗ്രാംസ് ഇതേപോലെ മേളിലും താഴെ നിന്നൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയായി തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു ലുലു ഫാഷൻ വീക്കിൻ്റെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് അതിൻ്റെ ഗ്രാൻഡ് ഫിനാലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സെൽഫായിട്ട് ഭയങ്കര പ്രൗഡാണ്, ഹാപ്പിയാണ്. താങ്ക് യു ലുലു. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് വന്നിങ്ങനെ സിനിമയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ മകൻ ഒരു 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്, ചെറിയ പയ്യൻ. അപ്പൊ അവനൊരു സ്ഥിരമായി സിനിമ കാണുന്ന ആളല്ല, ഓൺലി സ്റ്റഡിങ് ഇൻ 5th or 6th. അവൻ ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണാൻ പോകും അമ്മയുടെ ഒപ്പം. അപ്പൊ അവൻ ഇടയ്ക്ക് കണ്ട സിനിമ പ്രേമലു, അവൻ കണ്ട സിനിമ ആലപ്പുഴ ജിംഖാന. അപ്പൊ അവൻ ആലപ്പുഴ ജിംഖാന കണ്ടോണ്ടിരുന്നപ്പോ സീരിയസ്ലി അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ഈ ചേട്ടൻ മാത്രമാണോ മലയാള സിനിമയിൽ ഇപ്പൊ അഭിനയിക്കുന്നത്? അത് ശരിയാണോ? എൻ്റെ ആ കുട്ടി ഫാൻസ് വളർന്നിട്ട് വേണം എനിക്കൊരു സാമ്രാജ്യം. അറിയില്ല, സിനിമയിൽ തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. നിങ്ങളെല്ലാവരും സഹായിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. ഏതാണ് നെസ്ലിന്റെ ഇതേവരെയുള്ള കുറേ, എനിക്ക് തന്നെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള നെസ്ലിൻ ക്യാരക്ടേഴ്സ് ഒരുപാടായി കഴിഞ്ഞു. പ്രേമലുവിലെ സച്ചിൻ, ഐ ലൈക്ക് ഇറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Then I like ആലപ്പുഴ ജിംഖാനയിലെ ജോജോ. Then ഹോമിലെ ക്യാരക്ടറിന്റെ പേരറിയോ? ചാൾസ്. അതാണ് ചാൾസ് ഒലിവർ ട്വിസ്റ്റ്. അങ്ങനെ സോ അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നെസ്ലിൻ ക്യാരക്ടേഴ്സ് ഞാൻ ഒരുപാട് കണ്ടു കഴിഞ്ഞു. നെസ്ലിനോട്
മാധവൻ. ഇപ്പൊ എൻ്റെ ഒരു പുതിയ സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട്, മോളിവുഡ് ടൈംസ്. മോളിവുഡ് ടൈംസ്. അപ്പൊ അതിന്റെ ടീസർ ലോഞ്ച് ഒക്കെ ഉണ്ട് ഇവിടെ. നസ്ലിന്റെ പുതിയ പടം വരുന്നു, മോളിവുഡ് ടൈംസ്. ഒരു വലിയ കൈയ്യടി കൊടുക്കൂ for വിനീത് മാധവൻ, മോളിവുഡ് ടൈംസ്. താങ്ക് യു. സോ ഈ റാങ്കിൽ നമ്മളറിയാം, ഇപ്പൊ കമൽഹാസൻ അതല്ലെങ്കിൽ യശ് തുടങ്ങി മലയാളത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരും വന്ന ഒരു റാമ്പാണ് ലുലു ഫാഷൻ വീക്കിന്റെ റാമ്പ്. അവിടെ ഇങ്ങനെ ഈ വെള്ളി വെളിച്ചത്തിന്റെ നടുവിൽ ഈ ഗ്രാൻഡ് ഫിനാലെ ദിവസം നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി ഏത് രീതിയിലുള്ള ഒരു വൈബാണ് ഇപ്പോ നെസ്ലിൻ അനുഭവിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടെൻഷനുണ്ട് തന്നെ, വളരെ കുറച്ച്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ ആൾക്കൂട്ടത്തിനിടയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ, അപ്പോൾ ഒത്തിരി ഹാപ്പിയാണ്. ഈ മോളിവുഡ് ടൈംസ് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഐ തിങ്ക് വേറെയും വലിയ പ്രോജക്ട്സ് എന്തൊക്കെ വരാനിരിക്കുന്നില്ല? സംതിങ് ലൈക്ക് ടിക്കി ടാക്ക അല്ലേ? ആ പ്രോജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും രണ്ടു വാക്ക് അനൗൺസ് ചെയ്യാനായിട്ടില്ല. മോളിവുഡ് ടൈംസ് എന്നാ റിലീസ് ആവുന്നത്? ജൂൺ 5-ന്. ജൂൺ 5-ട്ടോ മോളിവുഡ് ടൈംസ്, നെസ്ലിന്റെ അടുത്ത പടം മോളിവുഡ് ടൈംസ് റിലീസ് ചെയ്യുന്ന ജൂൺ 5-ാം തീയതി. നെസ്ലിൻ എന്ന അറബിക് വാക്കിന്റെ അർത്ഥം, എന്റെ അറിവ് പരിമിതമായ അറിവാണ്, ഐ മേ ബി റോങ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഗിഫ്റ്റ്, കൈൻഡ്, ലക്ക്, ഇതിൽ ഏതായിരിക്കും നെസ്ലിൻ ചൂസ് ചെയ്യാൻ പോകുന്ന വേർഡ്? നെസ്ലിന്റെ പേരിൽ ഏതാണ്? അതിൽ ലക്കാണോ, ഗിഫ്റ്റ് ആണോ, കൈൻഡ് ആണോ? കൈൻഡ്. വെരി ഗുഡ്. വലിയ കൈയ്യടി കൊടുക്കുക for നെസ്ലിൻ ഗഫൂർ, the kind നെസ്ലിൻ ഗഫൂർ. ലുലു ഫാഷൻ വീക്ക് 2026 ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വീണ്ടും ഒരു കൈയ്യടി കൊടുക്കുക. മലയാളത്തിന്റെ താര രാജകുമാരൻ, മലയാളത്തിന്റെ യുവ താര ചക്രവർത്തി, നാളുകളിൽ മലയാള സിനിമ ഭരിക്കാൻ പോകുന്ന കൊടുങ്ങല്ലൂരുകാരൻ, മതിലകത്തുകാരൻ നെസ്ലിൻ ഗഫൂർ. Alright, I don't think Naslin ഇനി ഒരു introduction ആവശ്യമുണ്ട്, ഇനി സംസാരത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. But you know why we're here, right? We are here to celebrate the style, we are here to celebrate fashion, and looking at the one and only Naslin over here, I think this particular award category is definitely for him. So ladies and gentlemen, we are going to celebrate Lulu Fashion Award 2026 and Naslinന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ അവാർഡ് നമുക്ക് ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവരണം, and we would like to give it to you. But before that, as an official welcome, I would like to call upon stage Mr. Nirdosh, Vice President Sales Blackberries, onto the stage to give this small token of love to Mr. Naslin over here. Naslin bouquet കൈമാറാൻ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Welcome Mr. Nirdosh, Vice President Blackberries. And also Mr. Vinod, Assistant General Manager, Blackberries. Let's welcome Mr. Vinod, Assistant General Manager, Blackberries, on the stage. So, രണ്ട് പേരും ചേർന്ന് Mr. Nirdosh and Mr. Vinod together, we are going to give that warm official welcome to മലയാളത്തിന്റെ സ്വന്തം നസ്ലിൻ. Thank you very much, both of you. Now I think it's time to give that warm welcome to നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷൈജു ദാമോദരൻ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. I would like to welcome Mr. Kush Bhatia, Director of Amukti. Please put your hands together as we welcome Mr. Kush Bhatia, Director of Amukti. Alright, thank you so much. I'm requesting you to stay back because we would love to welcome a bunch of people over here once again. And അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു Mr. Nirdosh, Vice President Sales Blackberries, and Mr. Vinod, Assistant General Manager, Blackberries, once again onto the stage. This is the time that we celebrate fashion, that we celebrate trend, and we celebrate this moment along with three of them. I would like to welcome
Nair, Regional Director, Lulu Kochi Region, Mr. Swaraj MD, Media Head, Lulu Group, Mr. June Painedata, GM, Lulu Retail Kochi, Mr. Vishnu Raghunath, GM, Lulu Mall Kochi, Mr. Jayesh Nair, DGM, Lulu Retail Kochi. ഇവരെല്ലാവരും ഞാൻ വളരെയധികം സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാണ്. So ladies and gentlemen, നല്ലൊരു കൈയടി for each one of them. Alright, and now I think the phrase is complete. And this is the moment that we call out for this title, rather the award. Ladies and gentlemen, here we have the Style Icon Award of 2026 Lulu Fashion Awards goes to one and only Naslin. Put your hands together for that, and Naslin, if you can, and requesting Mr. Sadiq Casting Director, Lulu Kochi Region to do the honors. Alright, and here comes the award. I'm requesting Mr. Sudesh Nair, Regional Director, Lulu Kochi Region to do the honors. Ladies and gentlemen, മലയാളത്തിലെ സ്വന്തം മലയാളികളുടെ സ്വന്തം ഏറ്റവും പ്രിയങ്കര നായകൻ നടൻ the one and only Naslin. He is taking the Style Icon 2026. Alright. Thank you so much, each one of you. May please stay. Alright, Naslin, I don't think that you have a mic here. എനിക്കറിയില്ല പക്ഷെ താങ്ക് യു ലുലു, ഒത്തിരി സന്തോഷം. Thank you so much. നമ്മളിവിടെ വന്നത് ഈ ഒരു സ്റ്റൈൽ ഐക്കൺ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല. We are here to celebrate your movie, right? Yes, നസ്ലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ Mollywood Times എന്ന മൂവി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. And for the celebration, we do have to invite few people over here on the stage. Ladies and gentlemen, put your hands together as we invite Roshan, Shanwas, Gopika, Ramesh, Ashik Usman, Abhinav Sundar Naik, James Vijay. We don't have him here, but we miss him. And Vishnu Govind, sound designer, he's also not here. We do miss him as well. Alright, അപ്പോൾ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് ശേഷം അല്ലെ, യെസ്, ആൻഡ് ജെയ്സ് വിജയുടെ മ്യൂസിക്കിൽ പിറന്ന ഒരു പിടി നല്ല ഗാനങ്ങളുള്ള ചിത്രമാണ് Mollywood Times, which is going to hit the theaters very very soon. So എനിക്ക് തോന്നുന്നു എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ആദ്യം നായികയെന്ന് തുടങ്ങിയാലോ അല്ലേ, ഗോപിക? അതെന്താണ് അങ്ങനെ? I thought we'll go ladies first. ഗോപിക, ഓൾറെഡി നമ്മൾ റാമ്പ് ഒക്കെ ചെയ്ത് കംഫർട്ടബിൾ now, right? എല്ലാവർക്കും നമസ്കാരം. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നു ഈ പറഞ്ഞ പോലെ. സോ ഐ തിങ്ക് എവ്രി വൺസ് വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം ദ ടീം. അതുകൊണ്ട് ഞാൻ കൂടുതൽ നേരം സമയം കളയുന്നില്ല. ഞാൻ ഐ വിൽ പാസ് ഔട്ട് ടു ദ നെക്സ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ. അതിലെനിക്ക് നന്ദി പറയേണ്ടത് അഭിഷേകനാണ്, എൻ്റെ ഡയറക്ടർ.
ഞാനും ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, ബാക്കി ഇവർ പറയട്ടെ. നമസ്കാരം. ഇന്ന് 7 മണിക്ക് യൂട്യൂബിൽ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ജൂൺ 5-ാം തീയതി പടത്തിൽ റിലീസാണ്. തിയേറ്ററിൽ വന്ന് കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, ഉറപ്പാണ്. ഇപ്പോൾ ഇവിടുന്ന് ടീസർ കാണിക്കുമായിരിക്കുമല്ലോ ഒരു തവണ, അല്ലേ? നമ്മൾ ഒരു തവണ കാണിക്കില്ല ടീസർ. ആശിക്ക, ടീസർ കാണിക്കില്ല നമ്മളിവിടെ? അപ്പോൾ ടീസർ ഇവിടെ ഒന്നുകൂടി കാണിക്കുന്നതായിരിക്കും. ദൈവം എല്ലാവരും പടം കാണാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് നസ്ലിൻ. ഈ ഒരു പടം നസ്ലിന് വേണ്ടി എഴുതിയ ഒരു പടമാണ്. In which we have this high expectations from this movie. So what are you going to talk about this particular movie? ഞാനും ഒത്തിരി എക്സൈറ്റഡ് ആണ്. എനിക്കും ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഉള്ള സിനിമയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ടിൽ. അപ്പോൾ നിങ്ങളെല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. വെക്കേഷനൊക്കെ കഴിയണമെന്ന് അറിയാം, എന്നാലും ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് എല്ലാവരും പോയി സിനിമ കാണുക, സിനിമ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ലൊരു സിനിമയായിരിക്കും ഉറപ്പായിട്ടും. Thank you so much. I know that you have a little problem in your throat, so അതുകൊണ്ട് അദ്ദേഹത്തിനെ നമുക്ക് വെറുതെ വിടാം. So ladies and gentlemen, we launch ആയിട്ട് അതാണ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന ഈ ഒരു ലുലു മോളിൽ ഇപ്പോൾ കണ്ടത്. But it was absolutely brilliant. But to talk about it, I would like to welcome all of you once again onto the stage. Naslin, Gopika and Ashik sir, please. Once again, I want everybody on stage. Ladies and gentlemen, put your hands together as we welcome the team onto the stage. Alright, everybody, so we have the entire team over here, not the entire team, പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ടീം മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. ആൻഡ് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ നല്ലൊരു കൈയടി. We have this beautiful talented kids over here. എന്തൊക്കെയാണ് വിശേഷം? നമുക്ക് ആദ്യം ഇവരും തുടങ്ങാം, അല്ലേ? ഹലോ, എല്ലാവരും കൂടി ഹായ് പറയും. എന്നാ ഒരു എനർജിയാണ് നോക്കിയേ, 100 വോൾട്ട് ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? നല്ല സെറ്റായിരുന്നു. ഏറ്റവും അടിപൊളി ആരായിരുന്നു സെറ്റില്? ചുമ്മാ പറഞ്ഞു പറയിച്ചല്ലേ? ആണെന്ന് നസ്ലിൻ ചേട്ടൻ പറയാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഓവറോൾ എക്സ്പീരിയൻസ് സൂപ്പർ അല്ലേ? വഴക്ക് പറഞ്ഞ ആരെങ്കിലും ഡയറക്ടർ സാർ വഴക്ക് പറഞ്ഞോ? ഉറപ്പാണോ? ഓക്കെ, സോ ഇവിടെ ചോദിക്കട്ടെ. ഹലോ, പേരെങ്ങനെ? പേരെല്ലാവരോടൊന്ന് പറഞ്ഞേ. Arnav. And yours? Abram and Arnav. So Arnav എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? സൂപ്പറായിരുന്നു. ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. അടിപൊളി. ആരാ പറയാൻ പറഞ്ഞേ? പറയാൻ പറഞ്ഞതല്ല, അതും പഠിച്ചു. ഓക്കെ, താങ്ക് യു നസ്ലിൻ. മൈക്ക് നമുക്ക് നസ്ലിനിലേക്ക് പാസ് ചെയ്യാം. ആൻഡ് ബോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന്റെ ഈ ഒരു എന്താ പറയുക, ഒരു ഗ്രാൻഡ് ടീസർ നമ്മളെല്ലാവരും കൂടി ഇവിടുന്ന് കാണുമ്പോൾ ഐ കൻ ആക്ച്വലി ഫീൽ യു ആർ ലിറ്ററലി ലുക്കിംഗ് വെരി ഡിഫറെന്റ്, യുനോ. ആൻഡ് ഇപ്പോൾ കാണുന്നതും അത് വെച്ച് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ട സിനിമകളിൽ നിന്നും ഒരു വ്യത്യാസം തീർച്ചയായിട്ടും നസ്ലിൻ ഈ മൂവിയിലുണ്ട്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ്. എല്ലാവർക്കും ടീസർ ഇഷ്ടമായോ? ഈ പറഞ്ഞ പോലെ ഞാനും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമുള്ള കഥയും കഥാപശ്ചാത്തലവും ക്യാരക്ടറും ഒക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടേണ്ടതാണ്. ആക്ച്വലി സിനിമ അത്രയും എന്താ പറയുക, എക്സൈറ്റിംഗ് ആണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം എല്ലാവരും പറയുക. ഈ പറഞ്ഞ പോലെ ഞാനും വെയിറ്റിംഗ് ആണ്, എക്സൈറ്റഡ് ആണ് ഇറങ്ങാൻ, റിലീസ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് കേൾക്കേണ്ടത് അഭിനവ്. യെസ്, അഭിനവ് ആക്ച്വലി ഈ പടം എടുത്തത് തന്നെ നസ്ലിന് വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഐ ഹാവ് സീൻ ദ ഇന്റർവ്യൂ ആൻഡ് യു വർ വെരി പെർട്ടിക്കുലർ അബൌട്ട് നസ്ലിൻ ഇൻ ഇറ്റ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ്.
എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ് നസ്ലിനോട് അല്ലേ? എന്താ അങ്ങനെ? ഇഷ്ടമാണ്, അത്ര തന്നെ. ഇഷ്ടം വരെ നമുക്ക് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട അല്ലേ? നമുക്ക് ഇഷ്ടമാണ്. ഓക്കെ, എന്താണ് മൂവിയുടെ ഒരു എന്താണ് ഇനിയിപ്പോൾ നമുക്ക് വെരി സൂൺ ഇറ്റ്സ് ഗോണ ഹിറ്റ് തിയേറ്റേഴ്സ് ആയി നമ്മൾ പ്രേക്ഷകർ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മൂവിയുടെ ഒരു ജേർണീനെ പറ്റി എന്താണ് അവരോട് പറയാനുള്ളത്? ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഫൺ, ഫാമിലിക്ക് എല്ലാവരും കാണാൻ പറ്റിയ, എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സിനിമയായിരിക്കും. അപ്പം എല്ലാ കുട്ടികൾക്കടക്കം ഈ സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വേദിയിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യാറുണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് ഇതൊരു ഫാഷൻ റാമ്പാണ് ആക്ച്വലി. സോ എന്ത് പറയും, നമുക്കൊരു റാമ്പ് വാക്ക് ആയാലോ? We want you and the director to walk because അവരെല്ലാവരും walk ചെയ്ത് കഴിഞ്ഞാൽ so you can come to this side. So ladies and gentlemen, here we have the one and only Ashik Usman and Abhinav Sundar Naik. Yes, രണ്ടുപേർക്കും ഫ്രണ്ടിൽ നടക്കാം. So we can give a thumbs up and applause to the kids over here. അടിപൊളി. ഐ തിങ്ക് ഇനി നിങ്ങൾക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം കേട്ടോ. സീറ്റിൽ പോയിരുന്ന് രണ്ടുപേരും റെസ്റ്റ് ചെയ്തോ. ബിക്കോസ് the ramp is all yours. Abhinav, you have to. നിങ്ങൾ എല്ലാവരും നല്ലൊരു കൈഡി കൊടുത്താൽ രണ്ടുപേരും ഒരുമിച്ച് ഈ ഒരു റാമ്പ് ഹിറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഗുഡ് ഈവനിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രെയിലർ ഇഷ്ടപ്പെട്ടോ? ബോളിവുഡ് ടൈംസ് ഞാൻ നിർമ്മിച്ച സിനിമകളിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമയാണ്. കാരണം മുകുന്ദൻ അസോസിയേറ്റ്സ് എന്ന സിനിമ റിലീസായ അന്ന് രാത്രിയാണ് ഞാൻ അഭിനവ് സുന്ദർ നായക്കിൻ്റെ അടുത്ത് അഭിനവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് അടുത്ത സിനിമ എനിക്ക് ചെയ്യണം. അവിടെ നിന്ന് ഏകദേശം ഒരു 3 വർഷമല്ലേ, 3 വർഷം ഒരു വലിയ ട്രാവലായിരുന്നു അത്. അങ്ങനെ ഫൈനലി ജൂൺ 5 ഈ സിനിമ വേൾഡ് വൈഡ് റിലീസാവും. നിങ്ങളെല്ലാവരും ഈ സിനിമ തീർച്ചയായും കാണണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്നാലേ ഞങ്ങൾക്ക് ഇനിയും സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ സിനിമ കാണണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളോട് പറയണം. താങ്ക് യു. അശിക റെഡിയല്ലേ? സംസാരിച്ച് അങ്ങനെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ, ഐ തിങ്ക് ഡയറക്ടേഴ്സ് ഒരു വാക്കായാലോ? നെസ്ലിന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ്. ഗോപിക, യു ആർ സപ്പോർട്ട് റൈറ്റ്? എന്തായാലും ആർക്കും റാമ്പിൽ നടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സോ എനിക്ക് തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ ഐ എം റിക്വസ്റ്റിംഗ് യു ടു സ്റ്റേ ബാക്ക് ബിക്കോസ് നമുക്ക് ഒരു ചെറിയൊരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. ബിക്കോസ് ഗോപിക, ഐ എം റിക്വസ്റ്റിംഗ് യു ഓൾസോ ടു പ്ലീസ് ജോയിൻ ഓവർ ഹിയർ. ആഷിക, ഒരു ചെറിയ ചടങ്ങുണ്ട് ബിക്കോസ് വി ഹാവ് എ ലോഞ്ച് ഓഫ് ലുലു. സോ റിക്വസ്റ്റിംഗ് യു ഓൾസോ ടു ബി പ്രസന്റ് ഓവർ ഹിയർ. അപ്പോ നമ്മളുടെ ലുലു മോളിന്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒക്കേഷനാണ് ഇനി വരാൻ പോകുന്നത്. മിൽക്കി മിസ് പ്രസൻസ് വനിത ലുലു ഫഞ്ചൂര ലിറ്റിൽ സ്റ്റാർ 2026. നോളജ് ഫാദർ ഗ്രീസ് പബ്ലിക് സ്കൂൾ. ടാലന്റ് എന്തായാലും 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊച്ചി ലുലു മോളിൽ അത് പെർഫോം ചെയ്യാനുള്ള ഒരു വലിയ അവസരമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. ആൻഡ് മികച്ച പെർഫോമൻസിന് യു വിൽ ഗെറ്റ് 1 lakh cash prize as well. So to join with them, I would like to welcome Mr. Ambikapati, General Manager, Lulu Fantura, onto the stage. And along with them, I would like to welcome Mr. Joe and Mr. Jayesh and Mr. Santosh as well. Since it's a festival for our little kids over here, I would like to welcome both our charming kids onto the stage. അവർ രണ്ടുപേരും കൂടി നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. So ladies and gentlemen,